കുട്ടികൾ വന്നിട്ട് ഉപ്പ എന്നെ കെട്ടിച്ചെരിയെന്ന് പറയില്ല, ഉമ്മ എന്നെ കെട്ടിച്ചെരിയെന്ന് കുട്ടികൾ പറയില്ല. നിങ്ങളിത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായാൽ തന്നെ ഒരു പരിധി വരെ പ്രേമവും പ്രണയവും ഒക്കെ മാറിക്കിട്ടും. 22 വയസ്സിൽ നിക്കാഹിപ്പിച്ചു കൊടുത്താൽ 22 അല്ല, ഇസ്ലാമിക നിയമപ്രകാരം പ്രായപൂർത്തി എത്തുമ്പോൾ നിക്കാഹിപ്പിച്ചു കൊടുക്കണമെന്ന്. പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുക, അല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം സ്കൂൾ പഠനകാലം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. സ്കൂളിൽ നമ്മൾ ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ എന്താ ചെയ്യാന്നറിയോ? പെൺകുട്ടികളും ആൺകുട്ടികളും ശത്രുക്കളായിരിക്കും. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ശത്രുക്കളായിരിക്കും. അങ്ങോട്ട് ഡസ്റ്റർ എറിയും, മുടി പിടിച്ചു വലിക്കും, ടീച്ചർ വന്നാൽ പരാതി പറയും, കംപ്ലൈന്റ് പറയും, ചോക്കെറിയും, അടിക്കും. ശത്രുക്കൾ തന്നെയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ, ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല. കുട്ടികൾ 1ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങിയെന്ന് അറിയില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഭയങ്കര ശത്രുക്കളായിരിക്കും. എന്നാൽ ഒരു 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോ നേരെ മാറി. ആൺകുട്ടികൾ തന്നെ 2 വിഭാഗീയത ഉണ്ടായി, 2 ടീമായി. പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നി, പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ അടിയില്ല. പരാതി പറയുന്നത് ആൺകുട്ടികൾ വേറൊരു ആൺകുട്ടിയായിരിക്കും, പെൺകുട്ടികളെ കുറിച്ച് പരാതി അറിയില്ല. +1 +2ലേക്ക് എത്തുമ്പോ, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോ പിന്നെയും മാറി. ആണും പെണ്ണും ഒന്നിച്ചിരിക്കാൻ തുടങ്ങി. ആണിരിക്കണം പെണ്ണിരിക്കണം, ആണിരിക്കണം പെണ്ണിരിക്കണം, ഈ രീതിയിലേക്ക് മാറി. ഇപ്പോ ഇൻഫോസിസ് തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിന്റെ അടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റാൻഡില് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഷോൾഡറിൽ കൈവച്ച് മടിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ, ഇടകലർന്നിരിക്കുന്നത് കണ്ടപ്പോ, അവിടുത്തെ സദാചാരവാദികൾ എന്ന് പറയുന്ന കുറച്ചൊക്കെ ധാർമ്മിക ബോധമുള്ള ആളുകൾ എന്ത് ചെയ്തു? ആ ചാറിനെ കഷ്ണാക്കിയിട്ട് മുറിച്ചു. എപ്പോ നോക്കിയാലും കുട്ടികൾ സ്കൂളൊന്നും പോവില്ല. അവിടെ ഇരുന്ന് ആണും പെണ്ണും ഇടകലർന്ന് ഷോൾഡറിൽ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കളികളൊക്കെ കാണുമ്പോൾ നാണവും കുറച്ചൊക്കെ ലജ്ജയുള്ള ധാർമ്മികത തോന്നുന്ന സഹോദരന്മാർ വന്നിട്ട് ആ ചാറിനെ മുറിച്ചിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയൊരു ചാറാക്കി മാറ്റി. ഒരാൾക്ക് ഇരിക്കാം, ചെറിയൊരു ഗ്യാപ്പ്, അടുത്തൊരു ചാറ്, അവിടെ ഒരാൾക്ക് ഇരിക്കാം, പിന്നൊരു ഗ്യാപ്പ്, അങ്ങനെ ആക്കി. എങ്ങനെയാ മക്കള് പ്രതിഷേധിച്ചതെന്നറിയോ? അവിടുത്തെ കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥിനികൾ അതിനെ പ്രതിഷേധിച്ചത് എങ്ങനെയെന്നറിയോ? പിറ്റേ ദിവസം വന്നിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചാറിൽ ആണിരുന്നു, ആണിന്റെ മടിയിൽ പെണ്ണിരുന്നു. നിങ്ങൾ നമ്മളോട് കളിക്കാൻ വരണ്ട. അങ്ങനെ സദാചാരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുത്തത് ആണിന്റെ മടിയിൽ പെണ്ണിരുന്നിട്ടാ. പെണ്ണിന്റെ മടിയിൽ ആണിരുന്നില്ല. അതും ചിന്തിക്കാനുള്ളതാണ്. ആണിന്റെ മടിയിൽ പെണ്ണിരുന്നിട്ടാണ് പ്രതിഷേധം. ഏതായാലും പ്രായപൂർത്തി എത്തിയാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്നുള്ളത് അത് പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആണിന് പെണ്ണിനോടും തോന്നും, പെണ്ണിന് ആണിനോടും തോന്നും. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ആ സമയത്ത് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അപ്പൊ പ്രശ്നം തീർന്നു. നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, അപ്പൊ സ്വാഭാവികമായിട്ട് പ്രണയിക്കാൻ തുടങ്ങും. നമ്മൾ ആ സമയമാകുമ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, അപ്പൊ കുട്ടികൾ പ്രണയിക്കാൻ തുടങ്ങും, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടും, ഫോൺ ചെയ്യാൻ തുടങ്ങും, ക്ലാസ് കട്ട് ചെയ്യും, കാറിൽ കറങ്ങും, സിനിമ കാണാൻ പോകും, MDMA-യും ലഹരിയും ഉപയോഗിക്കും, തിയേറ്ററിൽ പോകും. ആദ്യമായിട്ട് സിനിമ കാണുന്നത് കാമുകന്റെ കൂടെ ആയിരിക്കും. സിനിമ നല്ല ഇരുട്ടറയാണ്. സിനിമ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ പോയിട്ട് സിനിമ കണ്ടാല് അവരുടെ റൊമാൻസ് ഒക്കെ മുഴുവനും പൂർത്തീകരിക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പൊ കുട്ടികൾ ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് നേരെ സിനിമാ തിയേറ്ററിൽ പോകും. ബാഗിൽ പർദ്ദയിട്ട് വരും, യൂണിഫോമിന്റെ മുമ്പിൽ പർദ്ദയിടും. എന്നാ പിന്നെ ആരാണെന്ന് തിരിയില്ല, ഏത് സ്കൂളിലാ പഠിക്കാന്ന് തിരിയില്ല. ഈ രീതിയിൽ അഭീത ബന്ധങ്ങൾ വ്യാപിക്കാനുള്ള കാരണം സമയമാകുമ്പോൾ നമ്മൾ നിക്കാഹ് ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ നിയമം നമ്മൾ പാലിക്കലേ ഒരു രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ബാധ്യത ആയതുകൊണ്ടാണ് 18 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു പെൺകുട്ടിക്ക് നിക്കാഹ് ചെയ്ത് അവളെ പഠിക്കാൻ വിടണമെന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോവാ. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഫ്ലൈറ്റ് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. അവിടെയുണ്ട് ഒരു കുട്ടി, മുസ്ലിം പെൺകുട്ടി, കാസർഗോഡ് ജില്ലക്കാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ. നമ്മുടെ മക്കൾ പഠിക്കണം. വെറും കേരളത്തിന്റെ ഏതെങ്കിലും ഇട്ടാവിട്ടത്ത് മാത്രം പഠിച്ചാ പോരാ. ഡൽഹിയിൽ പോകണം, JNU പോകണം, പോണ്ടിച്ചേരിയിൽ പോകണം, ബാംഗ്ലൂരിൽ പോകണം, കൊച്ചിയിൽ പോകണം, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കണം. അതേപോലെ തന്നെ മദ്രാസിൽ പോകണം. പിന്നെയോ ചൈനയിലും ചെച്ചനിയയിലും യൂറോപ്പിലും അമേരിക്കയിലും UK-യിലും ഗൾഫ് രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും എല്ലാ രാജ്യങ്ങളിലും പോയി നമ്മുടെ മക്കൾ പഠിക്കട്ടെ.
എല്ലാ രാജ്യങ്ങളിലും പോയി നമ്മുടെ മക്കൾ പഠിക്കട്ടെ. ആ പഠിക്കുമ്പോഴാണ് പരിശുദ്ധമായ ദീൻ നിലനിൽക്കുക. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വളരെ വിദൂരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്നാ ഞാൻ പറയുന്നത്. കാരണം ഏത് സന്ദർഭങ്ങളിലും അവിഹിതമായ ബന്ധങ്ങൾ സംഭവിച്ചേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം. പിശാച്ച് കൂടെ ഉണ്ടാകും. ഒരു മനുഷ്യന്റെ കൂടെ പിശാച്ചുണ്ടാകും. ഒറ്റയ്ക്കൊരു ആണും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്കായാൽ അവിടെ മൂന്നാമനായി പിശാച്ച് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എത്ര ഫ്രണ്ട്ലി ആവാൻ നിങ്ങൾ ശ്രമിച്ചാലും അവിടെ വൈകാരികമായ ചിന്തയുണ്ടാകും. ഒരു പെണ്ണ് പറയാണ് അയാൾ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്, എനിക്ക് അയാളോട് വികാരമില്ല എന്ന്. ഒരു ബോയ് പറയാണ് ആ പെണ്ണിന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ആ പെണ്ണിനോട് എനിക്ക് വികാരമില്ല, ഒരു സിസ്റ്ററെ പോലെ കാണാണെന്ന്. അങ്ങനെ പറഞ്ഞാലും അവിടെ മൂന്നാമനായി പിശാച്ച് കടന്നു വരും. നിങ്ങൾ എത്ര സഹോദരിയെ പോലെ കണ്ടാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വൈകാരികമായ ചിന്തയെ പിശാച്ചുണർത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പെണ്ണിനങ്ങനെ വൈകാരികമായ ചിന്തകൾ ഒരു പുരുഷനോട് തോന്നിയില്ലെങ്കിലും ഒരു പുരുഷന്റെ ഉള്ളിന്റെ ഉള്ളിൽ പൈശാചികമായ ചിന്തകൾ കടന്നു വന്നിട്ട് വേണ്ടാത്ത രീതിയിലേക്ക് സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആങ്ങളെയും ഒരു പെങ്ങളും പ്രായപൂർത്തിയായാൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത്. ഒരു ആങ്ങളയ്ക്ക് പെങ്ങളോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു പുരുഷനായ ആങ്ങളെയും ഒരു ബ്രദറും ഒരു സിസ്റ്ററും സഹോദരനും സഹോദരിയും പ്രായപൂർത്തിയായാൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത്. MDMA-യും ലഹരിയുമുള്ള കാലത്ത് ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. MDMA ഒക്കെ അടിച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ച് 24 മണിക്കൂർ കിക്കിലുള്ള ഒരു ചെറുപ്പക്കാരൻ പെങ്ങളുടെ കൂടെ കടന്നാലുള്ള അവസ്ഥ ചിന്തിച്ചാൽ മതി. അവിടേക്ക് ഇസ്ലാം പറയുന്ന ആശയം എത്ര മനോഹരാണെന്ന് ചിന്തിക്കുക. തുർക്കിയിൽ പോയപ്പോ അവിടെയുണ്ട് മലപ്പുറം ജില്ലക്കാരിയായ ഒരു പെൺകുട്ടി തുർക്കിയിൽ പഠിക്കുക. ഈജിപ്തിൽ പഠിക്കുന്നവരുണ്ട്, കൈറോയിൽ, അൽ-അസ്ഹറിൽ പഠിക്കുന്നവർ. പഠിക്കണം. അതാണ് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പഠനമാണ്. ഈ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ലഹരിയുടെ അടിമയായി പോയാ പഠനം അവസാനിക്കും. പ്രേമത്തിന്റെ പ്രണയത്തിന്റെ അടിമയായ പഠനം മുന്നോട്ട് പോകില്ല. നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +1 +2 കാലയളവാണ്. എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +1 +2 കാലയളവാണ്. SSLC കഴിഞ്ഞിട്ട് അവര് തെരഞ്ഞെടുക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. ആ സ്കൂളുകളെ ലിബറലിസ്റ്റുകളുടെ, സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ സങ്കേതങ്ങളാണെങ്കിൽ നമ്മുടെ മക്കളെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിക്കോളണം. +1 +2 കാലയളവിൽ ഏറ്റവും നല്ല ധാർമ്മികമായ ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനത്തിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കണം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനം. അത് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളായാൽ, താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളായാൽ വളരെ നന്ന്. കാരണം വരുന്ന വഴിയിലാണ് പൂവാലന്മാര് കാത്തു നിൽക്കുന്നത്. പോകാനും വരാനുമുള്ള സമയം, വീട്ടിലെത്തിയാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കളികള്, അതെല്ലാം ഒഴിവാകണമെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു റെസിഡൻഷ്യൽ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു സ്ഥാപനം ഉണ്ടായാൽ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ +2 കഴിയുമ്പോഴേക്കും മക്കള് ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ തോന്നും. പിന്നെ പ്രണയത്തിന്റെ പിന്നാലെ പോകുന്നവരായിരിക്കൂല, ലഹരിയുടെ പിന്നാലെ പോകുന്നവരായിരിക്കൂല, തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുന്നവരായിരിക്കൂല. അവര് നല്ല ചിന്തകളുമായി ഏത് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളുടെ ടേണിംഗ് പോയിന്റ് അവരാരാവണം എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന കാലം +1 +2 കാലയളവാണ്. SSLC കഴിഞ്ഞാൽ ഏറ്റവും ധാർമ്മികമായ അന്തരീക്ഷമുള്ള, മതമൂല്യമുള്ള, ഇസ്ലാമിക ചുറ്റുപാടുള്ള, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന നല്ല സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കുക. റെസിഡൻഷ്യൽ ആയാൽ അത് വളരെ നല്ലതാണ്.